നമസ്കാരം. കേരളം നശിക്കാൻ വേണ്ടി വർഗീയതയെ കൂട്ടുപിടിച്ച കോൺഗ്രസിന്റെ കഥ ഇനി ആർക്കും കേൾക്കണ്ട. താൽക്കാലിക ലാഭം ലക്ഷ്യമിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ചിലരെ പറഞ്ഞുവിടാനുള്ള LDFന്റെ ചങ്കൂറ്റം മറ്റു പാർട്ടിക്കില്ലെന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും മനസ്സിലായി. UDFന് പിന്നിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. ഇവർ UDFന്റെ ഭാഗമല്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടതെന്ന ക്യാമ്പയിൻ നടത്തുന്ന ഇവർ ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം സാന്ദ്രത ഉള്ള സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അവിടെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്വാധീനമുണ്ട്. അതിന്റെ ഗുണഭോക്താവുകയാണ് സത്യത്തിൽ കോൺഗ്രസ്. മടവിൽ സഖ്യമാണെന്ന് വെറുതെ പറയുന്നതല്ലെന്നും കാസർഗോഡ് ഉൾപ്പെടെ അത് പ്രതിഫലിപ്പിച്ചുവെന്നും MV ഗോവിന്ദൻ UDFനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ടുകൾ കോൺഗ്രസ് വാങ്ങി. മുസ്ലിം വർഗീയ വോട്ടുകളും കോൺഗ്രസ് തേടി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിലപാടിൽ LDF സർക്കാർ നശിച്ചു പോകട്ടെ എന്ന ചിന്താഗതി മാത്രമായിരുന്നു UDFന്. അതിനായി അവർ ദുരന്തത്തെയും ഉപയോഗിക്കാൻ മടിച്ചില്ല. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പോലും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിന് UDF സിന്ദാബാദ് വിളിക്കുന്ന കാഴ്ചയും കേരളത്തിൽ കാണാം. അധികാര കൊതി മൂത്ത് അന്ധത ബാധിച്ച UDF നല്ല ഡോക്ടറെ കാണേണ്ടതുണ്ട്. അന്ധതയ്ക്ക് കുറവ് വരുത്തി നല്ല നിലപാടിലേക്ക് UDF എത്തണമെന്ന് UDFന്റെ നിലപാടിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നു. പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകളെ വെച്ചു പുറപ്പിക്കില്ലെന്നും താൽക്കാലിക ലാഭം ലക്ഷ്യമിട്ട് ചിലർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. ഒരാളും പാർട്ടിക്ക് മേലെയല്ല. ചില ആളുകൾക്ക് അങ്ങനെ ചില ധാരണകൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFന് പിന്നിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയുമാണ്. ഇവർ UDFന്റെ ഭാഗമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടതെന്ന ക്യാമ്പയിൻ നടത്തുന്ന ഇവർ ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നു. കേരളം നശിച്ചു കാണാൻ വേണ്ടി ഏത് വർഗീയ പാർട്ടികളുടെയും കാലു പിടിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല. ആദ്യമൊക്കെ ഇത് നിഷേധിച്ചിരുന്ന കോൺഗ്രസ് ചില നേതാക്കൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൽ തെറ്റില്ലെന്ന് പോലും പറഞ്ഞതോടെ ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.